എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസാണ്. അതിനുവേണ്ടി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ഇട്ട് ചെറുതായിട്ട് മൂപ്പിക്കുക. അതിലേക്ക് 1 ബേ ലീഫ്, 2 ഗ്രാമ്പു, 1 ചെറിയ കറുവപ്പട്ട, 2 ഏലയ്ക്ക, 3 വറ്റൽമുളക്, 15 കാഷ്യൂനട്ട് ഇത്രയിട്ട് ചൂടാക്കുക. അതിലേക്ക് 3 പച്ചമുളക് കീറിയത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 6 വെളുത്തുള്ളി അല്ലി ചതച്ചത് ഇത്രയും ഇട്ട് 30 സെക്കൻഡ് വഴറ്റുക. അതിലേക്ക് 2 മീഡിയം സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർക്കുക. സവാളയുടെ നിറം മാറാൻ തുടങ്ങുമ്പോൾ 4 മീഡിയം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയിട്ട് മസാലയുടെ പച്ചമണം മാറാൻ 1 മിനിറ്റ് വഴറ്റുക. ഇനി 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മസാല തിളയ്ക്കുമ്പോൾ അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് അതിലേക്ക് 400 ഗ്രാം വേവിച്ച ബസ്മതി റൈസ് 2 തവണയായി ഇടുക. ബസ്മതി റൈസ് എങ്ങനെ കുക്ക് ചെയ്യാമെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ട് തരാം. ആദ്യം പകുതി റൈസും കുറച്ച് മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള റൈസും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടിയിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്യും മുമ്പ് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് ഇളക്കി സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.